ശ്രീ സജി നന്ദ്യാട്ട് നമുക്കൊപ്പം ചേരുകയാണ്. കൊച്ചിയിൽ ഹൈബ്രിഡ് കഞ്ചാവുമായി പ്രമുഖ സിനിമാ സംവിധായകരടക്കം 3 പേർ എക്സൈസിന്റെ പിടിയിലായതായിട്ടുള്ള വാർത്തകൾ വരുന്നുണ്ട്. അത് ഇവരിങ്ങനെ നല്ല കഴിവുള്ള ഇത്രയും തന്നെ പ്രതിഭകളായ നല്ല സംവിധായകർ ഉൾപ്പെടെ ഇത്തരം ഹൈബ്രിഡ് കഞ്ചാവും ഒക്കെ ഉണ്ട് അവരെ പിടിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ സത്യം പറഞ്ഞാൽ നമുക്കത് വലിയ ഞെട്ടലുണ്ടാക്കുക. കാരണം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട് സമൂഹത്തിൽ. അതോടൊപ്പം സിനിമാ മേഖലയിൽ ടെക്നീഷ്യന്മാരുടെ ഇടയിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അത് നമ്മൾ അവരെ ഇറങ്ങുന്നത് മോശമാക്കി പറയാനൊന്നുമല്ല, അത് സംഘടനകളും അതിന് ഉത്തരവാദികളുമല്ല. അപ്പൊ ഇത് സത്യം പറഞ്ഞാല് ഞങ്ങളത് പറഞ്ഞത് വളരെ ശരിവെക്കുന്നതാണ്. ഞങ്ങൾ പറഞ്ഞിരുന്നത് ഞങ്ങളുടെ പ്രൊഡ്യൂസേഴ്സ് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. ലൊക്കേഷനുകളിലൊക്കെ എക്സൈസ് പോലീസിന്റെ ഒരു പരിശോധന എപ്പോഴും അവരുടെ ഐ പോയിന്റ് ഇവിടെ ഉണ്ട്, ശ്രദ്ധ ഇവിടെ ഉണ്ടെന്നും ബോധ്യം വന്നാൽ ഇതിന്റെ കൺസംഷൻ ഉപയോഗം വളരെയധികം കുറയും. അപ്പോ ഇവരുടെ ഫ്ലാറ്റുകൾ ഇതൊക്കെ പരിശോധിക്കപ്പെടുന്നതാണ്. ഇതൊക്കെ കൊച്ചി കേന്ദ്രമാക്കി വലിയ രീതിയിൽ ഹൈബ്രിഡ് കഞ്ചാവ്, രാസ ഇതുപോലുള്ള ലഹരികളൊക്കെ, കഞ്ചാവല്ല സാധാരണ കഞ്ചാവ് ഇത്ര ഉപദ്രവകാരികളല്ല, നമ്മളതിനെ ന്യായീകരിക്കല്ലേ കേട്ടോ. എന്നാലും ഇത് ഭയങ്കരമായ വ്യാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ആർട്ടിസ്റ്റുകളുടെയും ഉണ്ട്, കുറച്ച് പേരുടെ ടെക്നീഷ്യന്മാരുടെയാണ് ഭൂരിപക്ഷം ഉള്ളത്. അതിന്റെ കാരണം ടെക്നീഷ്യന്മാരാണ് ഭൂരിപക്ഷം ഉള്ളത് ഈ സിനിമയിലുള്ളത്. അവർ 10,000-കണക്കിന് ആൾക്കാരുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇറങ്ങുന്നത് അതിനകത്ത് കുറ്റവാളികളല്ല. കാരണം അവരുടെ സംഘടനയിൽപ്പെട്ട വ്യക്തികൾ ചെയ്തപ്പോൾ ആ സംഘടനയോട് ചോദിച്ചിട്ടൊന്നും അല്ല അത് ചെയ്യുന്നത്. നമ്മൾ വിമർശിക്കേണ്ട കാര്യത്തിൽ മാത്രമേ വിമർശിക്കാവുള്ളൂ ഓരോ സംഘടനയും. അപ്പോൾ ഇത് നമുക്ക് സസ്പെൻഡ് ചെയ്തു, അതൊക്കെ ഒരു സാങ്കേതികമാണ്, അതല്ല പ്രശ്നം. ഇത് അവസാനിപ്പിക്കണം. ഈ ലഹരി നിറയുന്ന കേന്ദ്രങ്ങളായി സിനിമാ മേഖല മാറുകയാണ്. ഇതിനൊരു തടയിടാൻ വേണ്ടി എക്സൈസും ഒപ്പം പോലീസും കിണഞ്ഞ് പരിശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സിനിമാ സംഘടനകൾ ഇത്തരത്തിൽ ഇവർക്കൊപ്പം നിൽക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണുന്നത്. കാരണം പല ഘട്ടങ്ങളിലും ഇവർക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമ്പോൾ പോലും ഇതിനെ പൂർണ്ണമായും അമർച്ച ചെയ്യാൻ സിനിമാ മേഖലയിൽ നിന്നുള്ള ഒരു പ്രവർത്തനം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യം കൂടി പുനഃപരിശോധിക്കേണ്ടതല്ലേ? അല്ല, സിനിമാ മേഖലകളിൽ ഇതിനു വേണ്ടി ഇങ്ങനെയുള്ളവരെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നു എന്നതിനോട് ആ ഭാഗത്തോട് എനിക്ക് യോജിപ്പില്ല. കാരണം സിനിമാ മേഖലകൾ പറയുന്നുണ്ടല്ലോ പരിശോധന നടത്തണമെന്ന്. അപ്പൊ എക്സൈസ് പോലീസിന്റെ സാന്നിധ്യം ലൊക്കേഷനിൽ വേണമെങ്കിൽ കയറി പരിശോധിക്കുക. ഈ സംശയമുള്ളവരെ വീടുകൾ, ഫ്ലാറ്റുകൾ റെയ്ഡ് നടത്തട്ടെ. ഇതിനകത്ത് സിനിമാ സംഘടനകൾ എവിടെയെങ്കിലും പ്രതിഷേധിച്ചോ അങ്ങനെ ചെയ്യണമെന്നോ പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അപ്പൊ നമ്മൾ അങ്ങനെ ഒരു വാദഗതി ഇപ്പോഴില്ല. മറിച്ച് ഇവർക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവസരം ഉണ്ടാക്കണം. അതൊക്കെ നല്ല കാര്യമാണ്. കാരണം ഇവരെ നമുക്ക് തള്ളിക്കളയില്ല. അതൊക്കെ ഒരു രണ്ടാമത്തെ കാര്യമാണ്. ആദ്യം വേണ്ടത് ഇവരിൽ തന്നെ ബോധവൽക്കരണമാണ്. ഇവർ സ്വയം തീരുമാനിക്കുക ഇത് വേണ്ട. നമ്മൾ എത്ര ബോധവൽക്കരണം നടത്തിയാലും എത്ര മാത്രം പറഞ്ഞാലും സ്വയം തീരുമാനിക്കാതെ ഒരാൾ ഇന്നുവരെ നന്നായിട്ടില്ല. അതുകൊണ്ട് ഡയറക്ടേഴ്സ് യൂണിയൻ ഈ 3 പേരെയും സസ്പെൻഡ് ചെയ്തതായിട്ടുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ കൂടുതൽ തുടർ നടപടി എടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണോ നീക്കം? ഇതിനകത്ത് ഫെഫ്റ്റ എന്ന് പറയുന്ന സംഘടന നമ്മൾ കുറ്റപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല. കാരണം സംഘടനയോട് ചോദിച്ചിട്ടല്ലല്ലോ ഓരോ വ്യക്തികളും അവരുടെ ഓരോരോ ഇഷ്ടങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അത് സംഘടനയ്ക്ക് അതിനകത്ത് ബന്ധമുണ്ടെന്ന് പറയുന്നതോട് താല്പര്യം, അതിനോട് എനിക്ക് യോജിക്കാൻ പറ്റുന്നില്ല. പക്ഷെ സംഘടനയ്ക്ക് തങ്ങളുടെ അംഗങ്ങൾ ഇത്തരത്തിൽ പ്രവർത്തികൾ ഏർപ്പെടുമ്പോൾ ആ അംഗങ്ങളെ ശാസിക്കാനും സസ്പെൻഡ് ചെയ്യാനും പുറത്താക്കാനും മാറ്റി നിർത്താനുള്ള അവകാശമുണ്ട് എന്നതിനോട് എനിക്ക് യോജിപ്പുണ്ട്. ഫെഫ്റ്റ ഇപ്പൊ ചെയ്തത് മാതൃകാപരമായ കാര്യമാണ്. അവർ തുടർന്ന് നടപടികൾ സ്വീകരിക്കുമെന്ന് നമ്മൾ കരുതുന്നു. അവരുടെ ഈ കാര്യത്തിൽ ഉള്ള അവരുടെ സമീപനത്തെ നമ്മൾ അംഗീകരിക്കുന്നു. കാരണം ഇത് നമുക്ക് ഒഴിവാക്കണം. ഈ സമൂഹത്തിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിറങ്ങി ഇതില്ലാതാക്കട്ടെ. കാരണം ഇത് നമ്മുടെ സിനിമാ മേഖല മാത്രമല്ല, എല്ലാ മേഖലയിലും ഉണ്ട്. അതിനെ സാമാന്യവൽക്കരിക്കുകയല്ല ഞാൻ. പക്ഷെ അത് കൃത്യമായി എല്ലാവരുടെ പോലീസ്, എക്സൈസ്, നമ്മുടെ പൊതുസമൂഹം എല്ലാം ഉൾപ്പെടെ അതിനകത്ത് കൃത്യമായി ചെയ്യണം. അതുപോലെ തന്നെ ഇതിന്റെ സോഴ്സ് ഇല്ലാതാക്കണം. നമ്മൾ വെറുതെ ഇവിടെ 2 പേര് ഉപയോഗം നിർത്തിയാലും 3 പേരെ കൊണ്ട് മാറ്റിച്ചു എന്നത്, സസ്പെൻഡ് ചെയ്തു എന്നത് മാത്രമല്ലല്ലോ ഇതിന് ശാശ്വത പരിഹാരം. ഇതിന്റെ ഉറവിടം എവിടെ, ഇത് എവിടെ നിന്ന് വരുന്നു, അതിന്റെ സോഴ്സ് ഒറിജിൻ കട്ട് ചെയ്യണം. അതിനു വേണ്ടി നമ്മൾ വളരെ ഇച്ഛാശക്തിയോട് പോലീസും എക്സൈസും പ്രവർത്തിച്ചാൽ നമുക്ക് ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും. ബോധവൽക്കരണം മറ്റു കാര്യങ്ങളൊക്കെ പിന്നാലെ അത് നമ്മളൊരു ഇതൊരു അഡിക്ഷൻ ആണല്ലോ. ഓൾറെഡി ഇവര് ബ്ലഡിൽ കലർന്ന് കഴിഞ്ഞിരിക്കാം. ഇവർക്ക് ഇതില്ലാതെ പറ്റാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ നമ്മൾ പോലും നല്ല പ്രതിഭകളെന്ന് കരുതുന്നവർ നമ്മൾ പോലും അവരൊന്നും അത്തരക്കാരല്ല എന്ന് കരുതുന്നതിന് പോലും ഇടയിലുണ്ടെന്ന് പറയുന്നതാണ് നമ്മളെ അതിശയിപ്പിക്കുന്നത്. തീർച്ചയായും അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമാ മേഖലയിൽ നിന്ന് കഞ്ചാവിൻ്റെയും അതുപോലെയുള്ള ലഹരി വസ്തുക്കളുടെയും ഉപയോഗം അത് പൂർണ്ണമായും തുടച്ചു നീക്കേണ്ട ഒരു സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത്. അത്തരം പ്രവർത്തനങ്ങളിൽ എക്സൈസും പോലീസും മുന്നോട്ട് പോകുമ്പോൾ അവർക്കൊപ്പം സഹകരിക്കേണ്ട ബാധ്യത പൊതുസമൂഹത്തിന് കൂടിയുണ്ട്. അപ്പോൾ സിനിമാ മേഖലയെന്ന് മാത്രമല്ല ഏതു മേഖലയും ആകട്ടെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.